1999 ഏറ്റവും വലിയ വിജയം നേടിയ 10 ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 10ാം സ്ഥാനത്തുള്ളത് ദിലീപിനെ നായകനാക്കി ലാൽ ജോസ് സംവിധാനം ചെയ്ത ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. കാവ്യമാധവൻ ആദ്യമായി നായികയായി എത്തിയ ചിത്രമായിരുന്നു ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. 9ാം സ്ഥാനത്തുള്ളത് വിനയൻ സംവിധാനം ചെയ്ത ഇൻഡിപെൻഡൻസ്. വാണി വിശ്വനാഥും ഇന്ദ്രജയും കലാഭവൻ മണിയും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഇൻഡിപെൻഡൻസിലെ പാട്ടുകളൊക്കെ വലിയ ഹിറ്റായിരുന്നു. 8ാം സ്ഥാനത്തുള്ളത് ജയറാമിനെ നായകനാക്കി ലോഹിതദാസിന്റെ തിരക്കഥയിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. സംയുക്ത വർമ്മയുടെ ആദ്യ ചിത്രമായിരുന്നു വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. 7ാം സ്ഥാനത്തുള്ളത് ജയറാമിനെ നായകനാക്കി അനിൽ ബാബു സംവിധാനം ചെയ്ത പട്ടാഭിഷേകം. മോഹിനിയായിരുന്നു നായികയായി എത്തിയത്. വിനയന്റെ ആകാശഗംഗയാണ് 99 ഏറ്റവും വലിയ വിജയങ്ങളിൽ 6ാം സ്ഥാനത്തുള്ളത്. 5ാം സ്ഥാനത്തുള്ളത് കലാഭവൻ മണിയെ നായകനാക്കി വിനയൻ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. കലാഭവൻ മണിയുടെ ഗംഭീര പ്രകടനമായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കമലിന്റെ നിറമാണ് 4ാമത്തെ ഏറ്റവും വലിയ വിജയം. ആ കാലത്ത് ട്രെൻഡായിരുന്ന കുഞ്ചാക്കോ ബോബൻ ശാലിനി ടീമിനെ ഒരുമിച്ച ക്യാമ്പസ് ചിത്രമായിരുന്നു നിറം. സുരേഷ് ഗോപി, മഞ്ജു വാര്യർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി രഞ്ജി പണിക്കറിന്റെ തിരക്കഥയിൽ ജോഷി അണിയിച്ചൊരുക്കിയ പത്രമാണ് 99 ഏറ്റവും വലിയ വിജയങ്ങളിൽ 3ാം സ്ഥാനത്തുള്ളത്. മോഹൻലാലിനെ നായകനാക്കി സിബി മലയിൽ സംവിധാനം ചെയ്ത ഉസ്താദാണ് 99 ഏറ്റവും വലിയ 2ാമത്തെ വിജയം. മോഹൻലാലിന്റെ മാസ് ആക്ഷൻ പരിവേഷം ഉപയോഗിച്ച ഈ ചിത്രം ഗംഭീര ഇനീഷ്യൽ കളക്ഷനായിരുന്നു നേടിയിരുന്നതും. 99 ഏറ്റവും വലിയ വിജയം ജയറാം, മുകേഷ്, ശ്രീനിവാസൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സിദ്ദിഖ് അണിയിച്ചൊരുക്കിയ ഫ്രണ്ട്സ് ആണ്. ലാൽ നിർമ്മിച്ച ഈ ചിത്രത്തിൽ ദിവ്യ ഉണ്ണിയും മീനയുമായിരുന്നു നായികമാരായി എത്തിയത്. ഈ ചിത്രം പിന്നീട് തമിഴിലേക്ക് റീമേക്ക് ചെയ്തു. അവിടെ വിജയും സൂര്യയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.